വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിങ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ റൈറ്റ് പ്ലേസിൽ തന്നെയാണോ ഉള്ളത് എന്നുള്ളത്, നിങ്ങൾ ആയിരിക്കേണ്ട സ്ഥലത്ത് തന്നെയാണോ നിങ്ങളിപ്പോഴും ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി റീഡിംഗ് ആണ്. ആരോ ഒരാൾ അതിൻ്റെ ബാക്കി റീഡിങ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ. ഈ റീഡിങ്ങിൽ പറയാൻ പോകുന്നത്, നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് പ്ലേസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യമല്ല നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾ എത്തുമോ എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ബ്ലോക്കൊക്കെ മാറി നിങ്ങൾ ആ ഒരു ഡെസ്റ്റിനിയിലുള്ള കാര്യത്തിലോട്ടേക്ക് കണക്റ്റ് ആകുമോ എന്ന് നോക്കാം. അപ്പം അതിനിവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 2 പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിലേതാണോ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഒരു കണക്ഷൻ നിങ്ങളുമായിട്ട് തോന്നുന്നത് ആ ഒരു കാർഡ് സെലക്ട് ചെയ്യാം. പിക്ചേഴ്സിൽ ഒരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിരുന്നു 2 പിക്ചേഴ്സിനോടും ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ 2 പിക്ചേഴ്സിനോടും അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ വൈസ് സെലക്ട് ചെയ്യാം. 1 അല്ലെങ്കിൽ 2 അങ്ങനെ നമ്പർ വൈസ് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ശേഷം റീഡിങ്ങിലോട്ട് പോകാം. നമ്പർ 1 ചൂസ് ചെയ്യുന്നതിൻ്റെ റീഡിംഗ് ആണ്. 3 of Wands, Ace of Swords, Queen of Pentacles, Page of Wands, King of Wands, Star, Chariot, Nine of Pentacles, 2 of Pentacles, Four of Cups, Sun, Moon, 3 of Cups, Death, Justice, Magician, Ten of Pentacles. ബോട്ടം ഓഫ് ദ ഡെക്ക് 5 of Cups ആണ് വന്നിട്ടുള്ളത്. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. അപ്പോൾ ഇതിലെനിക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ എത്തുമോ എന്ന് ചോദിച്ചാൽ ഓക്കെ, എത്തും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്ന തടസ്സം എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയിൽ ബാലൻസ് ഇല്ലാത്തതാണ് കാരണം. അതായത് നമ്മൾ സ്ത്രീ പുരുഷ എനർജി ഉണ്ട്, ഇത് രണ്ടും തുലനത്തിൽ വരണം. ഇത് നമുക്ക് ബാലൻസിലില്ലാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അതായത് ഓരോന്നും, ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നതും നമ്മുടെ ഉള്ളിലും പ്രപഞ്ചം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് യിൻ യാങ് എനർജീൻ്റെ ബേസിലാണ്. അതായത് രാത്രി പകൽ, അങ്ങനെ എല്ലാറ്റിനും ഓപ്പോസിറ്റ്, ഒരു കാര്യത്തിന് അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് വേണം, എന്തെങ്കിലും ഒന്ന് മാത്രം പോരാ, ഇത് രണ്ടും ബാലൻസിൽ നിൽക്കണം. അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ഈ പൂർണ്ണത വേണമെങ്കിൽ ഈ ബാലൻസിങ് ആണ് ആദ്യം നടക്കേണ്ടത്. മീൻസ് ഒന്നിൻ്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് 2 കാര്യങ്ങളുടെ ബാലൻസിങ് ആണ്, 2 കാര്യങ്ങളുടെ കൂടിച്ചേരലാണ് കാണിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ യിൻ യാങ് എനർജിയിലാണ് ഉള്ളത്. അതായത് ചന്ദ്രൻ സൂര്യൻ, രാത്രി പകൽ, അതുപോലെ സുഖം ദുഃഖം, എല്ലാറ്റിനും അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. ഓപ്പോസിറ്റ് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഇത് രണ്ടും ബാലൻസിൽ നിൽക്കുമ്പോഴാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതായത് ഇവിടെ നല്ല ആൾക്കാരുണ്ട്, മോശം ആൾക്കാരുണ്ട്. നല്ലത് മാത്രമായിട്ട് അവിടെ ഒരു നിലനിൽപ്പില്ല, മോശം മാത്രമായിട്ട് അവിടെ ഒരു നിലനിൽപ്പില്ല. 2 കൂട്ടരും വേണം. അതായത് നെഗറ്റീവും വേണം, പോസിറ്റീവും വേണം. അതുപോലെ ഏത് കാര്യം എടുത്ത് നോക്കിയാലും നമുക്ക് 2 ഭാഗങ്ങൾ കാണാൻ പറ്റും. അതാണ് യിൻ യാങ് എനർജി. ഇത് രണ്ടിൻ്റെയും തുലനത്തിൽ വരുമ്പോഴാണ് അവിടെ ഒരു പ്രപഞ്ചം അല്ലെങ്കിൽ ഒന്നിൻ്റെ ക്രിയേഷൻ അവിടെ ഉണ്ടാവുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നത്. മീൻസ് രാത്രിയും പകലും ഒരു ബാലൻസിൽ വരുമ്പോഴാണ് അവിടെ ഒരു ദിവസം ജനിക്കുന്നത്. ഈ രാത്രി മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഒരു ദിവസം അവിടെ ഇല്ല.
പകൽ മാത്രമായി നിൽക്കുമ്പോൾ ഒരു ദിവസം അവിടെ ഇല്ല. ഇത് രണ്ടും ബാലൻസിൽ വരണം. അതായത് ഇത്ര ടൈം പകൽ എന്നും പറഞ്ഞിട്ടുണ്ട്, ഇത്ര ടൈം രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡേയും നൈറ്റും തമ്മിൽ ഒരു ബാലൻസിൽ വരുമ്പോഴാണ് ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ബാലൻസ്, അത് വരുമ്പോഴാണ് ഒരു ദിവസം അവിടെ ക്രിയേറ്റ് ആവുന്നതും അതിൻ്റെ പൂർണ്ണത. ഈ രണ്ട് എനർജീൻ്റെയും പൂർണ്ണതയാണ് അവിടെ ഒരു ദിവസമായിട്ട് വരുന്നത്. അതായത് ഒന്നിൻ്റെ ക്രിയേഷൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലും നമ്മുടെ പൂർണ്ണത വരണമെങ്കിൽ നമ്മളിൽ ഈ യിൻ യാങ് എനർജി ബാലൻസ് ആവണം. യിൻ യാങ് എനർജി എന്ന് പറയുന്നത് ഫെമിനൈൻ മാസ്കുലൈൻ എനർജിയാണ്. യിൻ എന്ന് പറയുന്നത് ഫെമിനൈൻ, മാസ്കുലൈൻ എന്ന് പറയുന്നത് യാങ്. ഇത് രണ്ടും നമുക്ക് തുലനത്തിൽ വരണം. അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിൽ യിൻ എന്ന് പറയുന്നത് ഫെമിനൈൻ, അതായത് ചന്ദ്രൻ, യാങ് എന്ന് പറയുന്നത് മാസ്കുലൈൻ, അതായത് സൂര്യൻ. ഇത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഇടതുഭാഗം എന്ന് പറയുന്നത് ചന്ദ്രനാഡിയാണ്, വലതുഭാഗം എന്ന് പറയുന്നത് സൂര്യനാഡിയും. അപ്പോൾ ഈ ചന്ദ്രനാഡിയും സൂര്യനാഡിയും തുലനത്തിൽ വരണം. ഇത് വന്നില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളും, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ചിട്ടയില്ലാത്ത അവസ്ഥ, നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളൊന്നും നടപ്പിലാകാതെ പോവുക, എല്ലാം വരുന്നത് ഈ എനർജീൻ്റെ ഇംബാലൻസിങ്ങും തെറ്റുമ്പോഴാണ് നമുക്ക് പല പ്രോബ്ലംസ് ലൈഫിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ റൈറ്റ് പാത്തിൽ നിങ്ങൾ എത്താത്തത്, അല്ല റൈറ്റ് ട്രാക്കിൽ നിങ്ങൾ എത്താത്തതിൻ്റെ കാരണം നിങ്ങളുടെ എനർജിയിലെ ഇംബാലൻസിങ് ആണ് കാണിക്കുന്നത്. മറ്റ് തടസ്സങ്ങളൊന്നും നിങ്ങൾക്കിവിടെ കാണാനില്ല. നെഗറ്റീവ് എനർജി ഇൻഫ്ലുവൻസ് ഇല്ല, ബ്ലാക്ക് മാജിക് ഇൻഫ്ലുവൻസ് ഇല്ല, ഒന്നിനും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല. നിങ്ങളുടെ എനർജിയിൽ വരുന്ന പ്രശ്നം മാത്രമാണ് ഇവിടെ തടസ്സമായിട്ട് വന്നിട്ടുള്ളത്. ചിലർക്ക് പാസ്റ്റ് ലൈഫ് കർമ്മ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. പക്ഷേ ഇവിടെ കൂടുതലും ഇവിടെ ഈ ഒരു വീഡിയോ കാണുന്ന കൂടുതൽ പേർക്കും എനർജി ബാലൻസിങ് ഇല്ലാത്തതാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഏത് തരം പ്രകൃതമാണെന്ന് നോക്കിയാൽ മതി, നിങ്ങളിൽ ഏത് എനർജിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഫെമിനൈൻ എനർജി ആണെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിൽ കുറച്ച് തണുപ്പായിരിക്കും അനുഭവപ്പെടുക. മീൻസ് എത്ര തന്നെ തണുത്ത കാലാവസ്ഥയാണെങ്കിലും നിങ്ങൾക്ക് ശരീരത്തിൽ എപ്പോഴും ഒരു തണുപ്പ് അനുഭവപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും. അത് നിങ്ങളുടെ ഈ ചന്ദ്രനാഡിയാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ മാസ്കുലൈൻ്റെ നോക്കുകയാണെങ്കിൽ എത്ര തണുത്ത കാലാവസ്ഥയാണെങ്കിലും അവിടെ നിങ്ങൾക്ക് ഭയങ്കര ചൂടാണ് അനുഭവം, ശരീരത്തിന് വല്ലാത്തൊരു വീർപ്പ് മുട്ടലും ചൂടൊക്കെ അനുഭവപ്പെടും. അപ്പോൾ ഇത് രണ്ടും ബാലൻസിങ്ങിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടും ഏത് കാലാവസ്ഥയിലും നിങ്ങൾക്കും ബാലൻസിങ് ഉണ്ടാകും. അതാണ് ഈ ചന്ദ്രനാടിയും സൂര്യനാടിയും തമ്മിലുള്ള ഒരു ബാലൻസ് വരണം എന്ന് പറയുന്നത്. അത് ചന്ദ്രനാടി സൂര്യനാടി എന്ന് പറയുന്നത് ഫെമിനൈൻ മാസ്കുലൈൻ എനർജിയാണ്. അപ്പം നമ്മളിൽ വർക്കാവുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഞാനിപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങളുടെ ഏത് ശരീരപ്രകൃതിയാണ്, നിങ്ങളുടെ എനർജി ഏതാണെന്ന് നോക്കി നിങ്ങൾക്ക് അത് മനസ്സിലാക്കി, നിങ്ങൾക്ക് ഇംബാലൻസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്കത് ബാലൻസിലോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ട്രാക്കിലേക്ക് എത്തുന്നത്. നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനും പറ്റുന്നത്. ഇപ്പം എനർജി ബാലൻസ് ഇല്ലാത്തവരാണ് ഇവിടെ കൂടുതൽ പേരും കാണുന്നത്. ഇത് ബാലൻസിൽ വരുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അബണ്ടൻസ് ആണ്. അതായത് നിങ്ങൾ ഒരുപാട് സാമ്പത്തികമായിട്ട് പല നേട്ടങ്ങളും നിങ്ങൾ നേടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത്രയും ഒരു ഹൈ ലെവലിൽ തന്നെ എത്തുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ബാലൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവാം, വരവും ചിലവൊക്കെ തുല്യമായി നിൽക്കുന്ന അവസ്ഥയുണ്ടാവാം. പിന്നെ മറ്റുള്ളവർ, നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ നിങ്ങളിൽ വലിയ പ്രതീക്ഷ കൊടുത്തിട്ടുണ്ടാവാം. അതായത് നന്നായി പഠിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന വലിയൊരു നിലയിലെത്തേണ്ട ആളാണെന്നൊക്കെ മറ്റുള്ളവർ പ്രതീക്ഷ കൊടുക്കുന്നുണ്ടാകും. പക്ഷേ ആ പ്രതീക്ഷകൾക്കൊത്ത് നിങ്ങൾക്ക് ഉയരാൻ പറ്റാത്തൊരു സമയമായിരിക്കാം. അത് നിങ്ങളുടെ ഈ ബ്ലോക്ക് വന്നതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അവരിൽ നിന്ന് ഇപ്പം എന്തെങ്കിലും കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഭാവിയിൽ ഈ എനർജി ബാലൻസിങ് വന്ന് നിങ്ങൾ റൈറ്റ് പാത്തിലോട്ടേക്ക് എത്തുമ്പോൾ അവർ നിങ്ങളെ എപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഭാവി നിങ്ങൾക്കുണ്ട്. ഇന്ന് നിങ്ങളെ തള്ളിപ്പറയുന്ന ആരൊക്കെ നിങ്ങളുടെ ഫാമിലിയിലുണ്ടോ അവരൊക്കെ നിങ്ങളുടെ വാനോളം പുകഴ്ത്തുന്ന പോലുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താഗ്രഹവും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയത്തൊക്കെ നിങ്ങൾ മുന്നേ ചെയ്ത മാനിഫെസ്റ്റേഷൻ ഒന്നും വർക്ക് ആവുന്നുണ്ടാവില്ല, അതിൻ്റെ റിസൾട്ട് വർക്കായിട്ടുണ്ടാവും, അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഈ എനർജി ബാലൻസിങ് വരുമ്പോൾ നിങ്ങൾ മുന്നേ ചെയ്ത മാനിഫെസ്റ്റേഷൻ്റെ റിസൾട്ടും ഇനി ചെയ്യാൻ പോകുന്ന മാനിഫെസ്റ്റേഷൻ്റെ റിസൾട്ടും ഒക്കെ നിങ്ങളിലേക്ക് വരും. ഇവിടെ സണ്ണും മൂണും ഡെത്തും വന്നിട്ടുണ്ട്. സണ്ണും മൂണും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. എനർജി ബാലൻസിങ്ങിനെയാണ് അവിടെ കാണിക്കുന്നത്. സ്റ്റാറും മുകളിൽ തന്നെ വന്നിട്ടുണ്ട്.
ചാരിയറ്റും വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആത്മാവിൽ തന്നെ അങ്ങനെ ഒരു യോഗം നിങ്ങൾക്കുണ്ട്. അതായത് ഈ രണ്ട് എനർജി മുന്നോട്ട് ഒരു ബാലൻസിലോട്ടേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ അബണ്ടൻസ് ആണ് വരുന്നത് എന്നുള്ളത് നിങ്ങളുടെ സോളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ഒരു സമയം ഏകദേശം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം ഇവിടെ ഡെത്തും ജസ്റ്റിസും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് പ്രോബ്ലത്തിനും ഒരു ജസ്റ്റിസ് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. മീൻസ് ഇപ്പോഴുള്ള ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിൽ ഡെത്ത് സംഭവിച്ച് പിന്നെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് എല്ലാറ്റിനുമുള്ള ജസ്റ്റിസ് ആ ഒരു സമയത്താണ് വരാൻ പോകുന്നത്. എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു ടൈമും കൂടി വരുന്നുണ്ട്. അബണ്ടൻസ് മാത്രമല്ല, മറ്റുള്ളവരുടെ എപ്രീസിയേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് കൂടുതലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്നാവാം, നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങളെ തള്ളിപ്പറയുന്നവർ ഉണ്ടാവാം. അപ്പോൾ അവരിൽ നിന്നും നിങ്ങൾക്ക് എപ്രീസിയേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആരോ നിങ്ങളെ ആലോചിച്ച് ഇവിടെ കുറച്ച് സാഡായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഫ്ലേർട്ടിങ് എനർജിയിലുള്ള ആളായിരിക്കാം ആ ഒരു വ്യക്തി. നിങ്ങളുടെ സ്നേഹമൊന്നും കണ്ടില്ല എന്നടിച്ച് നിങ്ങളെ വിട്ടുപോയ ആളായിരിക്കാം. ആ വ്യക്തി ഇപ്പം നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തി മുന്നേ ഈ റിലേഷൻഷിപ്പ് ഫ്ലേർട്ടിങ് രീതിയിലായിരിക്കാം കണ്ടത്, നിങ്ങളെ ഫ്ലേർട്ട് ചെയ്തിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്ത ടൈം റൈറ്റ് ടൈം ആയിരിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേർപിരിയേണ്ടി വന്നത്. ഇപ്പോൾ രണ്ടുപേരും മിസ്സിങ് എനർജിയിലാണ് ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു എനർജി മാറി വരും. അവിടെ നിങ്ങൾക്ക് അധികാരം കിട്ടും. അതായത് ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എന്നുള്ള രീതിയിൽ ആ വ്യക്തിയുടെ മേലെ നിങ്ങൾക്കൊരു അധികാരം ലഭിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കൊരു അധികാരം ലഭിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ കംഫർട്ട് സോൺ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് പുതിയ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫുൾ എനർജിയും ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അവിടെയും നിങ്ങൾക്ക് അധികാരമാണ് കിട്ടാൻ പോകുന്നത്. ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തോ ഒരു രീതിയിലുള്ള അധികാരം കിട്ടുന്നുണ്ട്. ഇവിടെ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ നിയോഗമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സ്റ്റാറും ചാരിയറ്റും 3 ഓഫ് വോൺസും ഏസ് ഓഫ് സോഡ്സും കാണിക്കുന്നത് അതാണ്. അതായത് നിങ്ങൾക്ക് ഒരു നിയോഗമുണ്ട്. ആ നിയോഗത്തിലോട്ടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം മനോബലമാണ്. അപ്പം ആ മനോബലം നിങ്ങളിപ്പോൾ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. മുന്നേ ഒക്കെ ഒരുപാട് ഒരു കോൺഫിഡൻസും ഇല്ലാത്ത ആൾക്കാരായിരിക്കാം നിങ്ങൾ. ബട്ട് ഇപ്പം നിങ്ങളുടെ ഒരുപാട് ജീവിത അനുഭവങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് മനോബലമൊക്കെ കിട്ടിയിട്ടുണ്ട്, കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ചാരിയറ്റ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ ആ ഒരു മനോബലം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്. മീൻസ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടാണ് ഈ ഒരു സോൺ വിട്ട് നിങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റില്ല എന്ന് തോന്നിയ ആ ഒരു കംഫർട്ട് സോൺ വിട്ടാണ് നിങ്ങൾ പുറത്തിറങ്ങാൻ പോകുന്നത്. അത് ഇതുവരെ ചെയ്യാത്ത കാര്യമായിരിക്കാം. അവിടെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം മൈൻഡ് പവറാണ്. ആ മൈൻഡ് പവർ നിങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു മൈൻഡ് പവറിലേക്ക് എത്തി. മുന്നേ ഒന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നെഗറ്റീവായിട്ട് വന്നു കഴിയുമ്പോൾ അവിടുന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് അതൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അതുപോലെ നടപ്പിലാക്കാനാണെങ്കിലും ആരുടെയും ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ നിങ്ങൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഭാഗമായിരിക്കാം നിങ്ങൾക്ക് ഈ മൈൻഡ് പവർ വരുന്നതും നിങ്ങൾ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു സോണിലോട്ട് എത്തുന്നതും. അതിന് വേണ്ടത് എനർജി ബാലൻസിങ് ആണ്. നിങ്ങൾക്ക് അതാണ് ഇവിടെ തടസ്സമായിട്ട് വന്നിട്ടുള്ളത്. ഈ എനർജി ബാലൻസിങ് വരുമ്പോൾ എപ്പോഴാണോ വരുന്നത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ആ റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലോട്ടേക്ക് എത്തും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. Three of Swords, Nine of Wands, Ace of Swords, Two of Pentacles, Ace of Cups, Death, Hermit, Page of Swords,
എയ്റ്റ് ഓഫ് സോഡ്സ്, നൈറ്റ് ഓഫ് സോഡ്സ്. ഇത് താഴെ പോയ കാർഡാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസും ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും. ഫൈവ് ഓഫ് വോൺസ്, ക്യൂൻ ഓഫ് കപ്സ്, സിക്സ് ഓഫ് സോഡ്സ്, സിക്സ് ഓഫ് സോഡ്സ്, ത്രീ ഓഫ് കപ്സ്, ഫോർ ഓഫ് സോഡ്സ്. ബോട്ടം ഓഫ് ദ ഡെക്ക് സണ്ണാണ് വന്നിട്ടുള്ളത്. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇവിടെ നോക്കിയത് നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള സ്റ്റക്ക് സിറ്റുവേഷനിൽ തന്നെ ആയിപ്പോകുമോ എന്നുള്ളതാണ്. ഇവിടെ സ്റ്റക്കായിട്ട് വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി ഇൻഫ്ലുവൻസ് ആണ്. അതായത് മറ്റുള്ള ആരുടെയോ അടുത്ത് നിന്ന് വന്നതാണ്. നിങ്ങളോട് ജലസ് തോന്നുന്ന ആരുടെയോ അടുത്ത് നിന്ന്. അത് മേ ബി കുറച്ച് ആൾക്കാരാവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം. അങ്ങനെ വല്ലാത്തൊരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അത് മേ ബി ദൃഷ്ടിദോഷം ആയിട്ട് വരാം, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ആയിട്ട് വരാം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ആരുടെയോ ദൃഷ്ടി നിങ്ങളുടെ മേലെ പതിഞ്ഞതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജി ഇവിടുന്ന് മാറിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലോട്ടേക്ക് മാറാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ എടുത്തുചാട്ടം നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും കിട്ടുന്നത്. എന്തായാലും ഈ ഒരു എനർജി മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ സെലിബ്രേഷൻ ഉണ്ട്. ഫിനാൻഷ്യലി തന്നെ നിങ്ങൾക്ക് ഉയർന്നു വരാനുള്ള ഒരു വേയും നിങ്ങൾക്ക് ഓപ്പണായി കിട്ടും. അവിടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നുണ്ട്. ബാലൻസിങ് ചെയ്യാൻ പറ്റും. മീൻസ് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് ഉയർച്ചയിലോട്ട് വരുന്നതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സമൃദ്ധിയിലൊക്കെ ജീവിക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ നിങ്ങളുടെ ഈ തടസ്സം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ആരെങ്കിലും വഴക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വന്ന നെഗറ്റീവ് എനർജി ആയിട്ടാണ് എനിക്കിത് മനസ്സിലാവുന്നത്. നിങ്ങൾ ആ വ്യക്തിയായിട്ട് വഴക്ക് കൂടാനോ ഒന്നും പോകുന്നുണ്ടാവില്ല. ജസ്റ്റ് നിങ്ങളിവിടെ സറണ്ടർ ചെയ്തിട്ടാണുള്ളത്. പക്ഷേ ഇങ്ങോട്ട് വന്ന് വഴക്ക് കൂടുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരാണ് ഈ ഒരു നെഗറ്റീവ് എനർജി അവരുടെ ഭാഗത്തു നിന്നാണ് വന്നതായിട്ട് മനസ്സിലാവുന്നത്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഫിനാൻഷ്യലി ഇത് നിങ്ങളെ ഇഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു എനർജി വല്ലാതെ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജി ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് സണ്ണ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ തന്നെ വലിയൊരു തെളിച്ചം വരാൻ പോകുന്നുണ്ട്. ഇത് ഇങ്ങനെ മറഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ നല്ല കാര്യങ്ങളും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള യോഗങ്ങളും നല്ല യോഗങ്ങളൊക്കെ ഇവിടെ മറഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. ഇത് മാറിക്കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് തെളിച്ചം വരുന്നുണ്ട്. നിങ്ങൾ അവിടെ റൈറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും കണക്റ്റ് ആവും. അവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റിയും വരും. ഈ സണ്ണ് കാണിക്കുന്നത് അതൊരു ക്ലാരിറ്റി വരുന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ എന്ത് കാര്യത്തിലാണെങ്കിലും ഇപ്പം ക്ലാരിറ്റി ഇല്ലാത്ത കാര്യം നിങ്ങൾക്ക് അതിൻ്റെ റീസണും പിന്നെ അതെന്താണ് അവിടെ സംഭവിക്കുന്നതെന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് ക്ലാരിറ്റി വരും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാകുന്നത്. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ സ്പിരിച്വലി അവേക്കണിങ്ങിൻ്റെ ഒരു സ്റ്റേജിലോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് നിങ്ങൾക്ക് സെൽഫ് റിയലൈസേഷൻ വരുന്നുണ്ട്. ആ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കുറച്ച് ഒതുങ്ങി കൂടിയിട്ടുണ്ടാവാം. മുന്നേ ഉള്ള ക്യാരക്ടറിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ആയിരിക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ്. പല കാര്യങ്ങളെയും കാണുന്ന രീതി തന്നെ മാറി വന്നിട്ടുണ്ട്. പലരും മറ്റുള്ളവർ ചിന്തിക്കാത്ത രീതിയിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണം ഇവിടെ ഹെർമിറ്റും ക്യൂൻ ഓഫ് കപ്സും ഒക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്ന ആ മാറ്റത്തെയാണ്.
മുന്നേ നിങ്ങളിൽ മസ്കുലൈൻ എനർജി ആയിരിക്കാം കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത്, പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു ഫെമിനൈൻ എനർജിയിലേക്ക് വന്നിട്ടുണ്ട്. അതും ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് അവിടെ ഡിവൈനിറ്റിയിലോട്ടേക്ക് കടന്നില്ല, കുറച്ച് വോണ്ടഡ് ആയിട്ടാണ് ഉള്ളത്. അത് കുറച്ചുകൂടി ഡിവൈനിറ്റിയിലേക്ക് വരാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ കൂടുതലും നിങ്ങൾ വിഷമിക്കുന്ന ഒരിതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഇതൊരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നൊരു സ്റ്റേജ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് പിന്നെ നമ്മൾ സെൽഫ് റിയലൈസേഷനിലോട്ടേക്ക് കടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും നമ്മുടെ മനസ്സിൽ, ക്ലാരിറ്റി ഇല്ലാത്ത ചോദ്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളോട് സ്വയം ചോദിക്കുന്ന ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പിന്നെ ഇവിടെ കാരണങ്ങളില്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതായത് ലൈഫിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ എന്നാലും പെട്ടെന്ന് സന്തോഷമായി നിൽക്കുന്നെടുക്കുന്ന പെട്ടെന്ന് ആകെ എനർജി ഡൗൺ ആയി പോവുക, പിന്നെ വെറുതെ ഇരുന്ന് കരയുക, വെറുതെ സങ്കടപ്പെടുക. പക്ഷേ നിങ്ങൾക്ക് അവിടെ കാരണം നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല. പ്രത്യേകിച്ച് എപ്പോഴും ഉണ്ടാകുന്ന ലൈഫ് സിറ്റുവേഷൻ തന്നെ, അതല്ലാതെ പ്രത്യേകിച്ച് ആ കരയാൻ മാത്രമുള്ള കാരണങ്ങളൊന്നും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ പഴയ കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലോട്ടേക്ക് വന്ന് അതിൽ സഫർ ചെയ്യുന്ന, അതിൽ വിഷമിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് കാരണമില്ലാതെ വെറുതെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ മൂഡ് സ്വിങ് വരിക, പെട്ടെന്ന് ഇങ്ങനെ മൂഡ് ഇങ്ങനെ ഇടയ്ക്കിടെ ചേഞ്ച് ആയി വരിക. അതായത് പെട്ടെന്ന് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നെടുക്കുന്ന പെട്ടെന്ന് ആകെ ഡൗണായി സാഡായിരിക്കുന്നെടുക്കുന്ന പെട്ടെന്ന് എന്തെങ്കിലും കിട്ടി അവിടെ സന്തോഷമായിരിക്കുക. അങ്ങനെ പെട്ടെന്ന് അവിടെ മൂഡ് ചേഞ്ചായിട്ട് വരുന്ന ഒരിത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സെൽഫ് റിയലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കവിടെ ഒരു സെൽഫ് റിയലൈസേഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തോ ഒന്ന് നിങ്ങളിൽ വർക്കാവുന്നതാണ്. ഏതോ ഒരു ഇൻഫോർമേഷൻ്റെ പെട്ടെന്നുള്ളൊരു ഡൗൺലോഡിങ് ആയിരിക്കാം നിങ്ങളിൽ അങ്ങനെ ഒരു മൂഡ് സ്വിങ് വരുന്നതും. അതുമായിട്ട് കണക്റ്റ് ആവാതിരിക്കുമ്പോൾ സോളിന് വരുന്ന ഒരു സഫറിങ് ആണ് അവിടെ വരുന്നത്. നിങ്ങളുടെ ബോധം അതുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടാവില്ല. ആ ബോധത്തിൻ്റെ കണക്ഷൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് വരുന്ന ഒരു എനർജീൻ്റെ ഒരു ഇംബാലൻസ് ആണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് മെയിനായിട്ട് വന്നിരിക്കുന്ന തടസ്സം ദൃഷ്ടിദോഷം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കാര്യം അവിടെ നിന്ന് മാറുമ്പോൾ നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ റൈറ്റായ ഒരു പാത്തിലോട്ടേക്ക് എത്തും. നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ് കാണുന്നത്. നെഗറ്റീവ് എനർജി നന്നായിട്ട് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. സാധനയും മെഡിറ്റേഷൻ അങ്ങനെയൊക്കെയുള്ള സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാധന അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നവർ സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ എനർജി അവിടെ പുറത്തോട്ടേക്ക് പോകുന്നുണ്ട്. ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു എനർജി നിങ്ങളിൽ നിലനിൽക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലോട്ടേക്ക് എത്തും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.